ഇറാൻ ഇസ്രായേലിൻ്റെ ആദ്യഘട്ടത്തെ സംഘർഷത്തിലും ഇപ്പോൾ നീണ്ടു പോകുന്ന ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിലുമെല്ലാം തമ്മാടി രാഷ്ട്രമായ ഇസ്രായേലും കുടിലതയുടെയും ക്രൂരതയുടെയും പര്യായമായ ഇസ്രായേലും ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും മുഖമായ അമേരിക്കയും എല്ലാ രാജ്യാന്തര മര്യാദകളും നിയമങ്ങളും ഭേദിച്ചുകൊണ്ട് ഒന്നും പരിഗണിക്കാതെ ഒരു പരമാധികാരമുള്ള രാജ്യത്തിൻ്റെ മേൽ കടന്നാക്രമണം നടത്തുകയായിരുന്നു. ആ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മതാധ്യക്ഷനും ആ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാന വാക്കുമായ അലി ഖംനയും അതുപോലെ ആരെയൊക്കെ സ്വന്തം ചാരന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മൊസാദിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആരെയൊക്കെ ഒളിഞ്ഞ് മനസ്സിലാക്കാനും ചാരപ്പണി എടുത്തുകൊണ്ട് എവിടെയാണെന്ന് അറിയാനും പിന്തുടരാനും റൗഡികളെയൊക്കെ ഏൽപ്പിച്ച് അവരുടെയൊക്കെ സഹായത്തോടു കൂടെ അവരിയ്ക്കുന്ന കേന്ദ്രത്തിലേക്ക് ബോംബ് വർഷിച്ച് അവരൊക്കെ കൊല്ലുകയാണ് ചെയ്തത്. ഇതിനു മുൻപും ആ രാജ്യത്തിൻ്റെ സാമ്പത്തികമായ ആ രാജ്യത്തിൻ്റെ രാഷ്ട്രീയമായ നേട്ടങ്ങളുടെ എല്ലാം ശില്പികളായ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രകാരന്മാരെയും ശാസ്ത്രജ്ഞരെയും ആയുധങ്ങളും ആ രാജ്യത്തിന് വേണ്ടതെല്ലാം ഉണ്ടാക്കുന്ന അണുവായുധങ്ങൾ ഉണ്ടാക്കാനൊക്കെ ആ രാജ്യത്തെ സജ്ജമാക്കുന്ന തരത്തിലുള്ള എല്ലാറ്റിനും പറ്റുന്ന ശാസ്ത്രകാരന്മാരെയൊക്കെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് അവരെ എവിടെയാണെന്ന് നോക്കിക്കൊണ്ട് കൊല്ലുന്ന ഏറ്റവും വൃത്തികെട്ട മര്യാദകെട്ട ജോലിയാണ് വാസ്തവത്തിൽ അമേരിക്ക നടത്തിക്കൊണ്ടിരുന്നത്. ഈ കാര്യത്തിൽ എല്ലാവർക്കും നീതിയോടൊപ്പം നിൽക്കുന്ന ആരും പക്ഷമൊന്നും ഇത് നോക്കേണ്ടതില്ല, മതമൊന്നും നോക്കേണ്ടതില്ല. നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ആരും ഈ അനീതിയെ എതിർക്കുകയും മർദ്ദിതരുടെ കൂടെ നിൽക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മളും അങ്ങനെ തന്നെ ചെയ്ത് മർദ്ദിതരുടെ കൂടെ നിന്നു. മാത്രമല്ല, ജൂതക്രിസ്തീയ വിഭാഗം ഒരു മുസ്ലിം രാഷ്ട്രത്തിന് നേരെ നടത്തുന്ന ഒരാക്രമണം എന്ന് കാണുമ്പോൾ സാധാരണ മുസ്ലിം ഉമ്മത്തിനുണ്ടാകുന്ന വികാരം നമുക്കുമുണ്ട്. അത് ആ അർത്ഥത്തിൽ നമ്മളത് പരിഗണിക്കണം. ഈ അർത്ഥത്തിൽ അനീതിയാണ് ഈ യുദ്ധമെന്നും ഏറ്റവും വൃത്തികെട്ടതാണ് ഈ യുദ്ധമെന്നും എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ടുള്ളതാണ് ഈ യുദ്ധമെന്നും എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ ഞാൻ ഉസ്താദ് അവറുകളുടെ നമ്മുടെ ഉസ്താദ് അവറുകൾ മിഡിൽ ഈസ്റ്റിലുള്ള യുദ്ധത്തെ സംബന്ധിച്ച് ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഈ നാട്ടിൽ പലരും ഉണ്ടല്ലോ, പല വലിയ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ലോകത്തൊരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവത്തോട് പ്രതികരിക്കണം എന്നുള്ളത് ഖുർആന്റെ താല്പര്യമാണ്. റോമും പേർഷ്യയും തമ്മിൽ യുദ്ധം ഉണ്ടായ സമയത്ത് റോമും പേർഷ്യയും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോഴേ മക്കത്തല്ലല്ലോ യുദ്ധം, മുസ്ലിങ്ങളും ശത്രുക്കളും തമ്മിൽ അല്ലല്ലോ യുദ്ധം, മറ്റൊരു യുദ്ധം നടക്കായിട്ട് പോരും. പേർഷ്യയും റോമും തമ്മിൽ യുദ്ധം നടക്കായിട്ട് പോരും. അതില് പേർഷ്യക്കാർക്ക് എതിരായിട്ടും റോമക്കാർക്ക് അനുകൂലമായിട്ട് ഖുർആൻ പ്രതികരിക്കുകയാണ്. ഖുർആന് അപ്പൊ ലോകത്തുണ്ടാകുന്ന സംഭവങ്ങളുടെ നേരെ നമ്മൾ പ്രതികരിക്കണമെന്നും അത് മനസ്സിലാക്കണമെന്നും താരതമ്യേന നമുക്ക് ആരുടെ കൂടെ നിൽക്കാൻ പറ്റിയ ഒപ്പം നിൽക്കണമെന്നും ഒക്കെ ഖുർആന്റെ ധ്വനിയാണ്. അതാണ് സാധാരണ മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തെ സംബന്ധിച്ച് ഒരു പ്രസ്താവന ഇറക്കിയിട്ട് ഞാൻ ശ്രദ്ധിച്ചു. അതിലുള്ള എന്താണെന്ന് വെച്ചാല് ഇറാൻകാര് മർദ്ദിതരുടെ കൂടെ നമ്മൾ നിൽക്കണം. അവരെ വിശ്വാസം അക്കീതി ബാക്കിയിട്ട് എന്തോട്ടെ, പക്ഷെ അവരുടെ കോസ് എന്താണ്? ഫലസ്തീന്റെ കോസാ. ഇറാൻകാർ യുദ്ധം ചെയ്യുന്നത് ഓരോ മണ്ണിന് വേണ്ടിയല്ല, ഇറാന്റെ ഒരു പിടി മണ്ണിന് വേണ്ടിയിട്ടല്ല യുദ്ധം നടക്കുന്നത്, ഫലസ്തീൻ കോസാണ്. അതെന്താ വെച്ചാൽ ബൈത്തുൽ മുഖദ്ദസ് ഉൾപ്പെടെയുള്ള ഫലസ്തീൻ. ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കണേ, മുസ്ലിങ്ങളുടെ ആദ്യ കിബിലയായിരുന്നു നഷ്ടപ്പെട്ടിരിക്കണേ. അതേപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് പുണ്യസ്ഥലമാണ് നഷ്ടപ്പെട്ടിരിക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയ സ്ഥലമാണ് അത് നഷ്ടപ്പെട്ടിരിക്കണേ. അപ്പൊ ഇത്രയും പവിത്രമായിട്ടുള്ള മഹത്തരമായിട്ടുള്ള ബൈത്തുൽ മുഖദ്ദസ് നഷ്ടപ്പെട്ടിട്ട് അത് ജൂതന്മാരുടെ കയ്യിൽ പെട്ടിട്ട് അത് രണ്ടാമത് തിരിച്ചു പിടിക്കാന്നുള്ളത് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും ബാധിക്കുന്ന കോസാണ്. ആ കോസിന് വേണ്ടി മുന്നിലിറങ്ങിയിട്ട് അങ്ങനെ മുന്നിലിറങ്ങി നിൽക്കുന്നതിന്റെ പേരിൽ അമേരിക്കയും ഇസ്രായേലും ഇറാൻ ആക്രമിച്ചപ്പോ അത് മർദ്ദിത ജനവിഭാഗത്തിന്റെ, ഇറാൻകാരും മർദ്ദിതരാണ്, അതിന്റെ കൂടെ നമ്മൾ നിൽക്കണം, മർദ്ദിതരുടെ പക്ഷത്ത് നിൽക്കണം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോ ഞാൻ പിറ്റേ വെള്ളിയാഴ്ച
ജുമാക്ക് വണ്ടൂർക്ക് പോയി. ഒരു ഉസ്താദിനെ കണ്ടിട്ട് ഉസ്താദിനെ കുറെ അപ്രിഷിയേറ്റ് ചെയ്ത് ഞാൻ സംസാരിച്ചു. മാത്രമല്ല ഈ വിഷയം ഇപ്രാവശ്യത്തെ ബുൽബുൽ പത്രികയില് പിന്നെ നിലപാടിലെ സുതാര്യത എന്നുള്ള പേര് എൻ്റെ ഒരു പേജയിൽ വരലുണ്ടല്ലോ, ഞാൻ അതിൽ എഴുതിയിരിക്കണത് അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ മർദ്ദിത വിഭാഗത്തിന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളത്. ഈ ഇറാൻകാരെ തന്നെ ഞാൻ ഇറാൻകാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ കുറെ കൂടെ അടുത്ത് പഠിക്കും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് പറയാം. അവരെ വിശ്വാസം അക്കീത അതൊക്കാര്യല്ല പറയുന്നത്. പൊളിറ്റിക്കലായിട്ട് അല്ലെ, രാഷ്ട്രീയ വിഷയങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും ഇന്റർനാഷണൽ പോളിസിയിലും അവരെടുക്കുന്ന നിലപാട് 100% ശരിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഹുമൈനിയുടെ ഒരു വാചകം തന്നെയാണ് ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ, മാ ബഹമയെ മസ്ലൂമാനെ ജഹാൻ ഹസ്തീം, മാ ബഹമയെ മസ്ലൂമാനെ ജഹാൻ ഹസ്തീം, ലോകത്തുള്ള മുഴുവൻ മർദ്ദിതരുടെയും കൂടെയാണ് ഞങ്ങളുള്ളത്. ഐറിഷ് വിപ്ലവകാരികള് ഇംഗ്ലണ്ടിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി അയർലൻഡിലെ ഐറിഷ് മൂവ്മെന്റ് ഉണ്ട്, അയർലൻഡ് വിപ്ലവകാരികളുടെ മൂവ്മെന്റ് ഉണ്ട്. ആ മൂവ്മെന്റിന്റെ ഒരു നേതാവ് സമരത്തിനിടയിൽ ബോബി സാൻസ് എന്നുള്ള പേരിൽ ഒരു ചെറുപ്പക്കാരൻ, 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ സമരത്തിന്, ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിലെ ഐറിഷ് വിപ്ലവത്തിന് വേണ്ടി നിലനിന്നിട്ട് അദ്ദേഹം കൊല്ലപ്പെട്ടു, മരിച്ചു. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇറാൻ പ്രതിനിധികളെ അയച്ചിരുന്നു. മദ്ലൂമിങ്ങളുടെ കൂടെ, മർദ്ദിതരുടെ കൂടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിൽ നിന്ന് പോരുമ്പോ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പറയുന്ന ഒരു വാചകമുണ്ട്, യാ റബ്ബൽ മുസ്തദഅഫീൻ, യാ റബ്ബൽ മുസ്തദഅഫീൻ ഇലാ മൻ തക്രിനി, അലയോ മർദ്ദിതരുടെ രക്ഷിതാവേ, മർദ്ദിതരുടെ രക്ഷിതാവേ, മർദ്ദിച്ച് അവശരാക്കപ്പെട്ട പാവങ്ങളുടെ രക്ഷിതാവേ, ആരെയാണ് നീ എന്നെ ഏൽപ്പിക്കണമെന്ന് നമുക്ക് പറയുന്ന പ്രാർത്ഥന ഉണ്ട്. അവ മുസ്തദഅഫീൻ എന്നും മദ്ലൂമീൻ എന്നും ഉദിന ലില്ലദീന യുഖാത്തലൂന ബിഅന്നഹും ദുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം. അല്ലെ, അങ്ങനെയുള്ള പരിശുദ്ധ ഖുർആൻ പറയുന്നത് യുദ്ധത്തിന് അനുവാദം കൊടുത്തുകൊണ്ടുള്ള ആയത്ത് ആദ്യമായിട്ട് ഇറങ്ങുന്നത് എന്തുകൊണ്ട് അനുവാദം കൊടുത്തു? ബിഅന്നഹും ദുലിമു, അവർ മർദ്ദിതരായതുകൊണ്ട്. അപ്പൊ ലോകത്തെ മർദ്ദിത വിഭാഗത്തിന്റെ കൂടെ നിൽക്കുക എന്നത് ഖുർആന്റെയും ഇസ്ലാമിന്റെയും ഒക്കെ താല്പര്യമാണ്. ആ താല്പര്യം യഥാർത്ഥത്തിൽ പ്രകടിപ്പിച്ച് വലിയൊരു സംഭവമായിട്ടാണ് ഉസ്താദിന്റെ നിലപാട് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വണ്ടൂർക്ക് ബസ് കയറിയിട്ട് ജുമാക്ക് അവിടെ കൂടി കണ്ട് ഉസ്താദിനെ കാണാൻ പോയത്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഹിജറയുടെ സ്പിരിറ്റ് ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന തരത്തിലുള്ളതാണ്. സമയം കുറെ ആയി തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ദീർഘിക്കണില്ല, ഇനി പല വിഷയങ്ങളും വരേണ്ടതല്ലേ. ഏതായാലും ഈ സംഭവങ്ങളിലൊക്കെ തന്നെ ആനുകാലികമായും ചരിത്രപരമായും ഈ സംഭവത്തെ വിലയിരുത്തി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് പോളിസി സ്വീകരിക്കണം എന്ന് കാലികമായി ഓരോ കാലത്തും നമ്മൾ സ്വീകരിക്കേണ്ട പോളിസിക്കുള്ള ഹിന്റുകൾ, സൂചനകൾ ഇതിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കാൻ ഈ സെമിനാർ ഉപയുക്തമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.